സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുകയാണ്. നിലമ്പൂരിൽ പ്രഖ്യാപനത്തിന് ശേഷം മണ്ഡലത്തിലെത്തിയ എം സ്വരാജിന് CPM പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയത്. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കഴിഞ്ഞതോടുകൂടി അവരും LDF ക്യാമ്പും വലിയ ആവേശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. LDF ക്യാമ്പിൽ ആവേശം നമുക്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. രാഗിൻ ചേരുന്നുണ്ട് തത്സമയം. രാഗിൻ, അങ്ങനെ UDF സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മണ്ഡലത്തിലേക്ക് ആ മണ്ഡലത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ സ്വരാജ് പാർട്ടി ചിഹ്നത്തിലേക്ക് എത്തുമ്പോൾ പ്രവർത്തകരുടെ LDF ക്യാമ്പിന്റെ ആവേശം എങ്ങനെയാണ്? കരുത്തരുടെ പോരാട്ടം നടക്കാൻ പോവുകയാണ് ഈ നിലമ്പൂരിൽ. LDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിലാണ്. ആദ്യഘട്ടത്തിൽ PV അൻവർ, സിറ്റിംഗ് MLA ആയിട്ടുള്ള PV അൻവർ LDFനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് നേരെ മറുകണ്ഠം ചാടുന്ന തലത്തിൽ പോകുന്നു. അതോടൊപ്പം തന്നെ LDFന് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന വിമർശനങ്ങളടക്കം ഒരു വശത്ത് ഉയർന്നു വരുന്നു. ഇതേ തുടർന്ന് LDF ക്യാമ്പ് അല്പം ഒന്ന് പ്രതിരോധത്തിലാവുകയും LDF പ്രവർത്തകർക്കൊരു നിരാശ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. മാത്രമല്ല പല പേരുകളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിൽ M സ്വരാജിന്റെ പേര്, N സ്വരാജ് ഇവിടെ മണ്ഡലത്തിന്റെ ചുമതലക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ നിലനിന്നിരുന്നു. പക്ഷേ നമ്മൾ പ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോൾ സ്വരാജ് വരണം എന്ന ആവശ്യമാണ് ഇവരും മുന്നോട്ട് വെച്ചത്. എന്തായാലും M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി LDF ക്യാമ്പ് വലിയ തോതിൽ തന്നെ ആവേശഭരിതമായിരിക്കുകയാണ്. അതിന്റെ നേർക്കാഴ്ച നമ്മൾ ഇന്ന് കണ്ടതുമാണ്. നിരവധി LDF പ്രവർത്തകർ, ഇടത് പ്രവർത്തകർ ഒക്കെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും മറ്റുമൊക്കെ നടന്ന റോഡ് ഷോകളിൽ ഉൾപ്പെടെ പങ്കെടുത്തു. എന്തായാലും LDFനെ സംബന്ധിച്ചിടത്തോളം LDF വ്യക്തമാക്കുന്നതും അവർക്ക് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെയാണ് നിലമ്പൂരിൽ ലഭിച്ചിരിക്കുന്നത് എന്നതാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളടക്കം ചോദിച്ചിരുന്നു, ഈ സ്വരാജിനെ മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ, ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്വരാജിനെ നിശ്ചയിച്ചുകൂടെ എന്നടക്കമുള്ള കാര്യങ്ങളും ചോദിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ M സ്വരാജ് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വന്നിരിക്കുകയാണ്. സ്വരാജ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ പോയതാണ്. അവിടെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹത്തിന്റെ പേര് വീണത്. തുടർന്ന് അദ്ദേഹം സ്വന്തം നാടായ നിലമ്പൂരിലേക്ക് വന്നിരിക്കുന്നു. പോത്തുകൽ സ്വദേശിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വോട്ടുകൾക്കൊപ്പം സൗഹൃദ വോട്ടുകൾ കൂടിയാണ് M സ്വരാജ് ലക്ഷ്യമിടുന്നത്. UDF ക്യാമ്പിൽ ഭിന്നതകളുണ്ടെന്നും അതോടൊപ്പം തന്നെ UDF വോട്ടുകൾ ഛിന്ന ഭിന്നമാകാൻ സാധ്യതകളുണ്ടെന്നും LDF വിലയിരുത്തുന്നു. അങ്ങനെയെങ്കിൽ വോട്ടുകൾ ചോരാതെ എല്ലാ വോട്ടുകളും സമാഹരിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റാണ് M സ്വരാജ് എന്ന വിലയിരുത്തലാണ് ഇടത് ക്യാമ്പ്. എന്തായാലും നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ് UDF. അവരുടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുകയും അതോടൊപ്പം തന്നെ പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ LDF ക്യാമ്പ് നടത്തുന്നത്. വിവിധ ഇടങ്ങളിൽ റോഡ് ഷോയും അതോടൊപ്പം തന്നെ ബൂത്ത് തല പ്രവർത്തനങ്ങളുമായി വരും ദിവസങ്ങളിൽ വ്യാപകമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള ശ്രമത്തിലാണ് ഇടത് ക്യാമ്പ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. എന്തായാലും 2006 ശേഷം ഇപ്പോഴാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി എത്തുന്നത്. അന്ന് P ശ്രീരാമകൃഷ്ണനായിരുന്നു മത്സരിച്ചിരുന്നത്. എന്തായാലും LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐക്കൺ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് M സ്വരാജ്. മാത്രമല്ല അവരുടെ ഒരു ബൗദ്ധിക മുഖമാണ്. കൂടാതെ നിയമസഭയിലെ ഞങ്ങളുടെ മെസ്സി എന്നാണ് AN ഷംസീർ ഉൾപ്പെടെ സ്വരാജിനെ വിശേഷിപ്പിച്ചത്. അങ്ങനെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയ ആവേശം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് 2016 എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ അന്നങ്ങനെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നു. പല സ്ഥാനാർത്ഥികളെയും കിട്ടുന്നില്ല. അന്ന് EP ജയരാജൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മണിമുത്ത് പോലത്തെ ഒരു സ്ഥാനാർത്ഥി വരുമെന്ന്. അതിനുശേഷം M സ്വരാജിനെ നിശ്ചയിക്കുന്നു. വലിയ ആവേശം അന്ന് ഇടത് ക്യാമ്പിൽ കണ്ടിരുന്നു. അന്ന് K ബാബു തോൽക്കുകയാണ് ഉണ്ടായത്. പിന്നീട് 2021 M സ്വരാജിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതൊക്കെ നമുക്കറിയാം. എന്തായാലും ഇപ്പോൾ M സ്വരാജ് ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു. LDF ക്യാമ്പ് വലിയ ആവേശത്തിൽ തന്നെയാണ്.